സംഘാടകരും ക്യാമ്പ് അംഗങ്ങളുമായ പ്രിയപ്പെട്ട വാക്കനൽ സുഹൃത്തുക്കളെ, എല്ലാ കാലത്തും ഞാൻ വിശ്വസിച്ച് പോന്നിട്ടുള്ളത് കവികൾ ഒരൊറ്റ ഗോത്രത്തിൽപ്പെട്ടവരാണ് എന്നാണ്. അവർ പരസ്പരം സംവദിക്കുന്നു. പല ഭാഷകളിൽ ഒരേ ഭാഷ സംസാരിക്കുന്നു. പലപ്പോഴും ഒരേതരം വികാരം, ഒരേതരം ആവിഷ്കാരം കവികളെയെല്ലാം ഒരൊറ്റ വംശമാക്കി മാറ്റുന്നു. ഈ ആശയം വെച്ചുകൊണ്ട് ഞാൻ എഴുതിയ ഒരു ചെറിയ കവിത വായിച്ച് ഞാൻ അല്പം ചില കാര്യങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളോട് പറയാൻ ശ്രമിക്കാം. കവിതയുടെ പേര് ഗോത്രം എന്നാണ്. മെക്സിക്കോവിലെ ആസ്തക് ഗോത്രക്കാർ പൂമ്പാറ്റകൾ മരിച്ചവരുടെ ആത്മാക്കളാണ് എന്ന് വിശ്വസിക്കുന്നു. യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ട യുവാക്കൾ മുതൽ പ്രസവത്തിൽ മരിച്ച അമ്മമാർ വരെ. എൻ്റെ ഗോത്രക്കാർ കരുതുന്നത് രാഷ്ട്രങ്ങളുടെ അതിർത്തികൾ വരച്ചിരിക്കുന്നത് അതിർത്തി യുദ്ധങ്ങളിൽ ചാവേറുകളായവരുടെ ചോരയും അവരുടെ അമ്മമാരുടെ കണ്ണീരും കൊണ്ടാണ് എന്നാണ്. ദൈവത്തിന് ജാതിയോ മതമോ വർണ്ണമോ വംശമോ ലിംഗമോ ഇല്ല എന്നും. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അതിർത്തി ആകാശമാണ്. അവിടെ രാജാക്കളോ പ്രജകളോ ഇല്ല. എല്ലാവർക്കും എല്ലാ ഭാഷയും അറിയാം. കാക്കകൾ മലയാളം പറയും പോലെ തന്നെ മരംകൊത്തികൾ സ്പാനിഷും പറയും. ഇവിടെ ആർക്കും ആരെയും അന്യോന്യ സമ്മതത്തോടെ പ്രണയിക്കാം. പുല്ലിന് പുഴുവിനെ, കുരുവിക്ക് നിലാവിനെ, ഗന്ധർവന് മനുഷ്യനെ, ഓർമ്മയ്ക്ക് സ്വപ്നത്തെ. എല്ലാ വാതിലുകളും തുറന്നു കിടക്കുന്നു പൂച്ചകൾക്കും മനുഷ്യർക്കും വാൽനക്ഷത്രങ്ങൾക്കുമായി. ഭൂതം വർത്തമാനം ഭാവി ഇവ തമ്മിൽ ഒരു വിഭജനവുമില്ല. വ്യാകരണം അവയ്ക്ക് കാവൽ നിൽക്കുന്നില്ല. ഞങ്ങളിൽ ഒരാൾ മരിച്ചാൽ ചടങ്ങ് ലളിതമാണ്. പകരം മറ്റൊരാൾ ഗോത്രത്തിൽ പിറക്കും വരെ ഞങ്ങൾ ഇലമൊഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ പെട്ടെന്ന് ഒരു മണി പോലും അടിക്കാതെ വസന്തം വരും. ഞങ്ങൾ ഭൂമിയിലെ ഏറ്റവും പഴയ ഗോത്രമാണ്, ഏറ്റവും ചെറിയത്. ഒരു തത്തയുടെ ചിറകിലുള്ള അക്ഷരമാണ് ഞങ്ങളുടെ ഗോത്രചിഹ്നം. തത്തകളും അക്ഷരങ്ങളും നിലനിൽക്കുവോളം ഞങ്ങളും ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. 5 പേർ ഒന്നിച്ചുകൂടി ചിരിക്കുന്നിടത്തെല്ലാം അവരിലൊരാളായി ഞങ്ങളിലൊരാൾ ഉണ്ടാവും. ഒരാൾ ഒറ്റയ്ക്ക് കരയുന്നിടത്തും. ഒരാൾ ഒറ്റയ്ക്ക് കരയുന്നിടത്തും. കവിത കരുണയിൽ നിന്നാണ് ഉണ്ടായത് എന്ന് ഇന്ത്യക്കാർ പൊതുവെ വിശ്വസിക്കുന്നു. ആദി കവിയെ സംബന്ധിച്ച നമ്മുടെ സങ്കല്പം തന്നെ അത് തെളിയിക്കുന്നും ഉണ്ട്. പക്ഷിയെ അമ്പയ്യാനൊരുങ്ങിയ വേടനോട് അരുത് കാട്ടാള എന്ന് പറഞ്ഞ ഒരു കവിയിൽ നിന്നാണ് നമ്മുടെ കാവ്യ പാരമ്പര്യം ആരംഭിക്കുന്നത്. കവിത എല്ലാ കാലത്തും പറഞ്ഞു പോന്നിട്ടുള്ളത് അരുത് കാട്ടാള എന്നാണ്. യുദ്ധ കൊതിയരോടും ഹിംസയിൽ അഭിരമിക്കുന്നവരോടും ജനങ്ങളെ അടിച്ചമർത്തുന്നവരോടും എല്ലാം കവിത നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാ നിഷാദ, അരുത് കാട്ടാള എന്ന്. കവിതയിലെ ചില സങ്കല്പനങ്ങളെയും അതിർത്തി ലംഘനങ്ങളെയും കുറിച്ചാണ് ഞാൻ നിങ്ങളോട് അല്പം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കവിതയെക്കുറിച്ച് നാം പലപ്പോഴും കേട്ടിട്ടുള്ളത്, അഥവാ അധ്യാപകരും അധ്യാപികമാരും നമ്മോട് പ്രധാനമായും പറഞ്ഞ് തന്നിട്ടുള്ളത് വൈരുദ്ധ്യങ്ങളുടെ ഭാഷയിലാണ്. ബൈനറികൾ എന്ന് പറയുന്ന വിരുദ്ധ ദ്വന്ദ്വങ്ങളെ
ഉപയോഗിച്ചുകൊണ്ടാണ് കവിതയെ സാധാരണ മനസ്സിലാക്കാൻ ശ്രമിക്കാറുള്ളതും പഠിപ്പിക്കാൻ ശ്രമിക്കാറുള്ളതും. അത് പലതരത്തിൽ ആകാം. ആ ദ്വന്ദ്ങ്ങൾ രൂപം, ഭാവം മുതലായ ദ്വന്ദ്ങ്ങളിൽ നിന്ന് അത് ആരംഭിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ദ്വന്ദ്ങ്ങളെ ചോദ്യം ചെയ്യാനാണ്. നിശ്ചയമായും അവ അനാവശ്യമാണ് എന്ന് ഞാൻ പറയുകയില്ല. കാരണം ഞാനും ക്ലാസ്സുകളിൽ ആ തരത്തിലുള്ള സങ്കല്പനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഉപയോഗിക്കാൻ ഇടയും ഉണ്ട്. എന്നാൽ വാസ്തവത്തിൽ കവിത എഴുതുന്ന നിമിഷത്തിലും കവിത വായിക്കുന്ന നിമിഷത്തിലും കവിയും സഹൃദയനും അങ്ങനെ ദ്വന്ദ്ങ്ങളായല്ല കവിതയെ അനുഭവിക്കുന്നത്. ഒരൊറ്റ ഏകാഗ്രമായ ഒരു സൃഷ്ടി എന്ന നിലയിൽ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ദ്വന്ദ്ങ്ങളെ ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല 60 വർഷത്തെ നിരന്തരമായ കാവ്യരചനയും കാവ്യവിവർത്തനവും കാവ്യ പഠനങ്ങളും എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ആ രീതിയിൽ കവിതയെ കാണാനാണ്, വിഭജിക്കാനല്ല, ഒരുമിച്ച് കാണാനാണ് ഞാൻ ഇവിടെ ശ്രമിക്കുന്നത് കവിതയിലെ വിവിധ അംശങ്ങളെ. ഉദാഹരണത്തിന് കാവ്യമീമാംസയും കാവ്യപ്രയോഗവും തമ്മിൽ ഒരു അതിർത്തി പലപ്പോഴും വരയ്ക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വാസ്തവത്തിൽ കാവ്യമീമാംസ എന്നത് നിരന്തരമായി പരിണമിക്കുന്ന ഒന്നാണ്. അത് നിർവചനാതീതമാണ്. അതിൽ വൃത്തവും പ്രാസവും അലങ്കാരവും ധ്വനിയും വക്രോക്തിയും ഒക്കെ ഉൾപ്പെടെ ഒരുപാട് സങ്കല്പങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നു. ഇവയൊക്കെ തന്നെ അഥവാ ഇവയുടെ അർത്ഥം നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മീമാംസയും പ്രയോഗവും വ്യത്യസ്തങ്ങളായി നിലനിൽക്കുന്നില്ല. പ്രയോഗത്തിലൂടെ മീമാംസകൾ രൂപപ്പെടുകയും പ്രയോഗത്തിലൂടെ മീമാംസകൾ തിരുത്തപ്പെടുകയും ചെയ്യുന്നു. ഈ മീമാംസകളാകട്ടെ പ്രയോഗത്തിലൂടെ മാത്രമാണ് യഥാർത്ഥത്തിൽ നിലവിൽ വരികയും ചെയ്യുന്നത്. മറ്റൊരു അതിർത്തി കവിതയും മറ്റ് കലകളുമായി നാം വരയ്ക്കുന്ന അഥവാ സങ്കല്പിക്കുന്ന അതിർത്തിയാണ്. ഇതര കലകൾ, ഉദാഹരണത്തിന് ചിത്രകല അല്ലെങ്കിൽ ശില്പകല അല്ലെങ്കിൽ വാസ്തുശില്പം അല്ലെങ്കിൽ സംഗീതം അല്ലെങ്കിൽ നാടകം അല്ലെങ്കിൽ ചലച്ചിത്രം, ഈ കലകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണോ കവിത? നിശ്ചയമായും കവിതയ്ക്കൊരു വ്യത്യാസമുണ്ട്. അത് ഒരു ഭാഷാകലയാണ്. ഭാഷയാണ് അതിൻ്റെ മാധ്യമം. ഭാഷയെ സാന്ദ്രവും സൂക്ഷ്മവുമായി ഉപയോഗിക്കുക വഴിയാണ് കവിത നിർമ്മിക്കപ്പെടുന്നതും ആസ്വദിക്കപ്പെടുന്നതും. എന്നാൽ കവിത എല്ലാ കാലത്തും ചിത്രകലയുമായി ബന്ധം പുലർത്തി പോന്നിട്ടുണ്ട്. കവിതയിൽ ചിത്രങ്ങളുണ്ട്, കവിതയ്ക്കൊരു ശില്പമുണ്ട്, കവിതയ്ക്കൊരു വാസ്തുശില്പമുണ്ട്, കവിതയിൽ വൃത്തം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ഭാഷയുടെ സംഗീതമുണ്ട്. കവിതയിൽ നാടകത്തിലെന്ന പോലെ കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും ഉണ്ടായി എന്ന് വരാം. കവിതയിൽ ചലച്ചിത്രത്തിലെന്ന പോലെ അനേകം ദൃശ്യങ്ങളുടെ ചലിക്കുന്ന പരമ്പര ഉണ്ടായി എന്നും വരാം. മൂന്നാമതായി കവിതയെ ഇതര സാഹിത്യ ഗണങ്ങളിൽ നിന്ന് നാം വേർതിരിക്കാറുണ്ട്. ഉദാഹരണത്തിന് കഥ അല്ലെങ്കിൽ നോവൽ അല്ലെങ്കിൽ നാടകം അല്ലെങ്കിൽ ആത്മകഥ അല്ലെങ്കിൽ ജീവചരിത്രം അല്ലെങ്കിൽ യാത്രാവിവരണം അല്ലെങ്കിൽ നർമ്മം. എന്നാൽ വാസ്തവത്തിൽ കവിതയിൽ ഇതെല്ലാം ഉൾച്ചേർന്നിരിക്കുന്നു. കഥ പറയുന്ന കവികൾ ധാരാളമായി ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിൽ ആ പാരമ്പര്യം അവസാനിക്കുകയാണോ എന്ന് നമുക്ക് തോന്നുമ്പോൾ പോലും നമുക്ക് മറക്കാൻ കഴിയില്ല അക്കിത്തത്തിൻ്റെയോ അല്ലെങ്കിൽ വയലാറിൻ്റെയോ അല്ലെങ്കിൽ ONV-യുടെയോ ഒക്കെ ആഖ്യാന കവിതകൾ. അതിനു മുമ്പുള്ളത് പറയുക തന്നെ വേണ്ട. കവിതകൾ പ്രാഥമികമായും ആഖ്യാനമായിരുന്നു എന്ന് പറയാം. അപ്പോൾ കഥയുടെയും നോവലിൻ്റെയും അംശങ്ങൾ, ആഖ്യാനത്തിൻ്റെ അംശങ്ങൾ കവിതയിൽ ഉണ്ടാകാം. നാടകത്തിൽ എന്ന പോലെ കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാകാം. ആത്മകഥയിൽ എന്ന പോലെ സ്വന്തം ആത്മാവിൻ്റെയും അനുഭവത്തിൻ്റെയും അംശങ്ങൾ കവിതയിൽ കലർന്നിട്ടുണ്ടാവാം. ജീവചരിത്രങ്ങൾ ഉണ്ടാകാം. മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് കവിതയിൽ നാം പരാമർശിച്ചു എന്ന് വരാം. യാത്രാ വിവരണങ്ങൾ ഉണ്ടാകാം. യാത്രയെക്കുറിച്ചുള്ള അനേകം കവിതകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിനു മുമ്പ് അയ്യപ്പ പണിക്കരെ പോലുള്ള കവികളും പല കവികളും യാത്രയെക്കുറിച്ചുള്ള കവിതകൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നർമ്മം, അതിനെയും വേറൊരു ഗണമായി കാണാൻ കഴിയുക. കവിതയിൽ വിശേഷിച്ചും ഹാസ്യ കവിതയിൽ അല്ലെങ്കിൽ ആക്ഷേപഹാസ്യ കവിതയിൽ ധാരാളമായി നർമ്മവും നാം കണ്ടു പോന്നിട്ടുണ്ട്.
ഒരു സമീപകാല ഉദാഹരണം അയ്യപ്പ പണിക്കരാണ്, അല്ലെങ്കിൽ കുരിപ്പുഴ ശ്രീകുമാറാണ്. അതിനൊക്കെ മുമ്പ് തന്നെ എത്രയോ കവികൾ നമ്പ്യാർ മുതൽ ഇങ്ങോട്ട് നർമ്മം കവിതയിൽ ധാരാളമായി ഉപയോഗിച്ചിരിക്കുന്നു. മറ്റൊന്ന് ഭാഷയുടെ കാര്യമാണ്. നാം പലപ്പോഴും കവിതയുടെ ഭാഷ എന്ന് പറയുമ്പോൾ സങ്കല്പിക്കുന്നത് ഒരു മാനക ഭാഷയെ ആണ്, ധാരാളം സംസ്കൃതം കലർന്ന ഒരു മലയാള ഭാഷ. എന്നാൽ ഇന്ന് ആ സങ്കല്പം നിരന്തരമായി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഷയല്ല, ഗോത്രഭാഷ, സമുദായ ഭാഷ, ദൈനംദിന ഭാഷ, നാട്ടുഭാഷ, പത്രഭാഷ, ഇങ്ങനെ അനേകം ഭാഷാരൂപങ്ങൾ എന്നും നിലനിൽക്കുന്നുണ്ട്. ചിലപ്പോൾ മലയാളമല്ലാത്ത ഭാഷകളിൽ പോലും നമുക്കറിയാവുന്ന പോലെ കേരളത്തിൽ കവിതകൾ എഴുതപ്പെടുന്നുണ്ട്. ഞാൻ ഇംഗ്ലീഷ് പോലുള്ള ഭാഷകളല്ല ഉദ്ദേശിക്കുന്നത്. ഗോത്രഭാഷകൾ ഒരു നല്ല ഉദാഹരണമാണ്, കുറുവരുടെ ഭാഷ ഉദാഹരണത്തിന്. അപ്പോൾ കാവ്യഭാഷ വാസ്തവത്തിൽ ഭാഷയുടെ ഈ പല തലങ്ങളുടെ ഒരു സംയുക്തമാണ് എന്ന് പറയാൻ കഴിയും. കാവ്യഭാഷയിൽ അനേകം ഭാഷകൾ വന്നു ചേരുകയും ഒന്നായി അലിയുകയും ചെയ്യുന്നു. ഭാഷയ്ക്കുള്ളിലെ ഭാഷകൾ കവിതയിലൂടെ സംസാരിക്കാൻ ആരംഭിക്കുന്നു. അതുകൊണ്ട് കാവ്യഭാഷ എന്ന് മുൻകൂട്ടി നിർവചിക്കാവുന്ന ഒന്നില്ല. കവിത എഴുതി കഴിഞ്ഞ ശേഷം മാത്രം ആ കവിതയുടെ ഭാഷയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം എന്ന് മാത്രം. അതുപോലെ കവിതയുമായി ഒരു ബന്ധവുമുണ്ട്. അതായത് പലപ്പോഴും കവികളെക്കുറിച്ചും കവിതയെക്കുറിച്ചുമുള്ള കവിതകൾ ലോകത്തെമ്പാടും എഴുതപ്പെട്ടിട്ടുണ്ട്. എൻ്റെ കവിതകളിൽ ഒരു വലിയ ഭാഗം നിങ്ങൾക്കറിയാവുന്നതുപോലെ വലുപ്പള്ളിയെയും ഇടശ്ശേരിയെയും കുഞ്ഞിരാമൻ നായരെയും വിദേശ കവികളെയും എഴുത്തച്ഛൻ ഉൾപ്പെടെയുള്ള മറ്റ് മലയാള കവികളെയും ഒക്കെ തന്നെ സ്പർശിക്കുന്നതോ അല്ലെങ്കിൽ അവരെ കുറിച്ച് മാത്രമുള്ളതോ ആണ്. അതൊരു ഉദാഹരണം മാത്രമാണ്. ആ തരത്തിലുള്ള കവിതകൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. മറ്റു ഭാഷകളിലും മറ്റു കവികളെ സംബോധന ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റു കവികളെ ഓർമ്മിക്കുന്ന, അവർക്ക് ആദരമർപ്പിക്കുന്ന കവിതകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കവിതകളുടെ എല്ലാം ശൈലികൾ ഒന്നാകണം എന്നില്ല. പക്ഷേ അവയെല്ലാം തന്നെ കവിതയുമായുള്ള ബന്ധം, അഥവാ ഇന്ന് ജീവിക്കുന്ന ഒരു കവിയും മുൻപ് ജീവിച്ച കവികളും സമകാലീനരായ കവികളുമായുള്ള ബന്ധം എടുത്തു കാട്ടുന്നു എന്ന് ഞാൻ കരുതുന്നു. മരിച്ച കവികളെ പറ്റി മാത്രമല്ല എന്നെ പോലുള്ള ഒരു കവിത എഴുതിയിട്ടുള്ളത്. കടമ്മനിട്ട രാമകൃഷ്ണൻ ജീവിച്ചിരിക്കുമ്പോൾ കടമ്മനിട്ടയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അയ്യപ്പപ്പണിക്കർ ജീവിച്ചിരിക്കുമ്പോൾ അയ്യപ്പപ്പണിക്കരെ സംബോധന ചെയ്തുകൊണ്ട് ഒരു ജീവിതത്തിന്റെ അവശിഷ്ടങ്ങൾ എന്ന കവിത എഴുതിയിട്ടുണ്ട്. അങ്ങനെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ അനേകം കവികളുമായുള്ള ഒരു സംഭാഷണം കൂടി പലപ്പോഴും കവിതയിൽ സംഭവിക്കുന്നുണ്ട്. മറ്റൊരു ദ്വന്ദ്വം മൂലവും പരിഭാഷകളും തമ്മിലുള്ളതാണ്. വാസ്തവത്തിൽ പരിഭാഷകൾ മൂലത്തിന്റെ ഒരു തുടർച്ചയും അതേസമയം ഒരു നിഷേധവുമാണ്. അതൊരു പുനർവായനയും പുനരെഴുത്തുമാണ് എന്ന് ഇന്നത്തെ താത്വികർ അല്ലെങ്കിൽ സൈദ്ധാന്തികർ പറയും. ബെർത്തോൾട്ട് ബ്രെറ്റ് പറയുന്നത് പരിഭാഷ എന്ന് പറയുന്നത് ഒരു കാട്ടിലേക്ക് കൂക്കി വിളിച്ച് അതിൻ്റെ പ്രതിധ്വനി നാം സ്വീകരിക്കുന്നത് പോലെയാണ് എന്നാണ്. ആ മൂലം എന്ന ആ വലിയ വിപിനത്തിലേക്ക് നാം കൂക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആ പ്രതിധ്വനി പൂർണ്ണമായും നമ്മുടെ കൂക്കുവിളിയല്ല, അതിൽ നിന്നും വ്യത്യസ്തമാണത്. അതിൽ നിന്നും വ്യത്യസ്തമായൊരു മുഴക്കം, സംഗീതം ഒക്കെ അതിനുണ്ടാവാം. അതേസമയം അത് ആ മൂലത്തിന്റെ പ്രതിധ്വനിയാണ്, അല്ലെങ്കിൽ നമ്മുടെ കൂക്കിവിളിയുടെ പ്രതിധ്വനിയാണ് എന്നതും അത്ര തന്നെ സത്യമാണ്. ആ രീതിയിലാണ്, പരിഭാഷയെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, ആ രീതിയിലാണ് മൂലവും പരിഭാഷയുമായുള്ള ബന്ധം. അത് അതേപടി പകർത്തപ്പെടുകയല്ല ചെയ്യുന്നത്. പരിഭാഷ ചെയ്യുന്നയാളുടെ വ്യക്തിത്വവും ഭാഷാബോധവും എല്ലാം തന്നെ പരിഭാഷയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ മൂലവും പരിഭാഷയും തമ്മിൽ തുടർച്ചയുടെയും നിഷേധത്തിൻ്റെതുമായ ഒരു ബന്ധം നിലനിൽക്കുന്നു. അത് കവിതയുടെ പുതിയൊരു വായനയാകുന്നു, അല്ലെങ്കിൽ പുതിയ ഒരു റീറൈറ്റിംഗ് അഥവാ പുനരെഴുത്ത് ആയി മാറുകയും ചെയ്യുന്നു. മറ്റൊന്ന് ലിംഗാതിർത്തികളാണ്. നാം ധാരാളമായി തർക്കിക്കാറുണ്ട്, പുരുഷരുടെ കവിത, സ്ത്രീകളുടെ കവിത എന്നെല്ലാം പറഞ്ഞ്, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ കവിത എന്ന്
എന്ന് സമീപകാലത്ത് ഉയർന്നു വന്നിട്ടുള്ള ഗണത്തെക്കുറിച്ച് എല്ലാം. വാസ്തവത്തിൽ ഏറ്റവും നല്ല ഫെമിനിസ്റ്റുകൾ പോലും പറഞ്ഞിട്ടുള്ളത് സ്ത്രീത്വം എന്നത് സ്ത്രീക്ക് മാത്രമുള്ളതല്ല, പുരുഷന്റെ ഉള്ളിലും ഒരു സ്ത്രീ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ആണ്. അപ്പോൾ എല്ലാ മനുഷ്യരും ബൈസെക്ഷൽ ആണ്, അതായത് ദ്വിലിംഗികൾ ആണ് എന്ന് പറയാം. പുരുഷനുള്ളിലെ സ്ത്രീയും സ്ത്രീക്കുള്ളിലെ പുരുഷനും ഒരേപോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് കവിതയിൽ. അപ്പോൾ കവിത വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറയാം. രണ്ട് ജെൻഡറും രണ്ട് ലിംഗങ്ങളും പ്രവർത്തിക്കുന്ന ഒരു ഭാഷാ സ്വരൂപമാണ് കവിത എന്ന് പറയാം. ഒരു സ്ത്രീയെക്കുറിച്ച് എഴുതുമ്പോൾ, ഞാൻ തന്നെ കയറ്റം പോലുള്ള ഒരു കവിത എഴുതുമ്പോൾ, അല്ലെങ്കിൽ മീര പാടുന്നു പോലുള്ള ഒരു കവിത എഴുതുമ്പോൾ, എൻ്റെ ഉള്ളിലെ സ്ത്രീയല്ലേ അത് എഴുതുന്നത് എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. നിശ്ചയമായും എൻ്റെ ഉള്ളിൽ ഒരു സ്ത്രീയുണ്ട്, എല്ലാ സ്ത്രീകളുടെയും ഉള്ളിൽ ഒരു പുരുഷനുമുണ്ട്. ഈ കവിതയിൽ ആ അടിച്ചമർത്തപ്പെട്ട അംശങ്ങൾ, അടിച്ചമർത്തപ്പെട്ട പുരുഷത്വമോ അടിച്ചമർത്തപ്പെട്ട സ്ത്രീത്വമോ ഉയർന്നു വരികയും സ്വയം ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. മറ്റൊരു അതിർത്തി പാരമ്പര്യവും ആധുനികതയും തമ്മിൽ ഉള്ളതാണ്. അവ വിരുദ്ധങ്ങളാണ് എന്ന് പലരും വിശ്വസിക്കുന്നതായി തോന്നുന്നു. പക്ഷെ വാസ്തവത്തിൽ ഇന്ത്യൻ കവിതയോ ലോക കവിതയോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഭാഷയിലെ കവിതയോ ഒക്കെ എടുത്താൽ കാണാൻ കഴിയുക പാരമ്പര്യത്തിന്റെ പല ഘടകങ്ങളും പല ചേരുവകളിൽ ആധുനികതയിലും നിലനിൽക്കുന്നു എന്നതാണ്. ഇവ തമ്മിലുള്ളൊരു വൈരുദ്ധ്യമല്ല വാസ്തവത്തിലുള്ളത്. പാരമ്പര്യത്തെ ആധുനികത നവീകരിക്കുകയാണ്. ആ വാക്കുകൾ ഉപയോഗിക്കണമെങ്കിൽ തന്നെ അതേക്കുറിച്ച് പോലും എനിക്കിപ്പോൾ സംശയമുണ്ട്. കാരണം ആധുനികതയെ ഞാനിപ്പോൾ കാണുന്നത് ഒരു പ്രത്യേക സമയത്ത് 1960കളിലോ 70കളിലോ മറ്റോ ഉണ്ടായ ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്കല്ല. നേരെ മറിച്ച് നമ്മോട് ഇന്നും സംസാരിക്കുന്ന, ഇന്നും നമുക്ക് സമകാലീനമായിരിക്കുന്ന എല്ലാ കവിതകളും ആധുനികമാണ് എന്നാണ്. കബീർ എന്നോട് സംസാരിക്കുന്നുണ്ട്, മീർ സംസാരിക്കുന്നുണ്ട്, ഗാലിബ് സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബുള്ളേ ഷാ സംസാരിക്കുന്നുണ്ട്, പഴയ തുക്കാറാം പോലുള്ള ഒരുപാട് കവികൾ, അക്കമഹാദേവി, ബസവ, അങ്ങനെയുള്ള ആളുകൾ എന്നോട് സംസാരിക്കുന്നുണ്ട്, വാൽമീകി സംസാരിക്കുന്നുണ്ട്, വ്യാസൻ സംസാരിക്കുന്നുണ്ട്, ഹോമർ സംസാരിക്കുന്നുണ്ട്, ഷേക്സ്പിയർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ ഇന്നും നമ്മോട് സംസാരിക്കാൻ പ്രാപ്തരായിരിക്കുന്നത് അവരുടെ കവിത ആഴങ്ങളിലേക്ക് പോവുകയും മനുഷ്യാസ്തിത്വത്തിന്റെ വൈരുദ്ധ്യങ്ങൾ കണ്ടെടുക്കുകയും ആ വൈരുദ്ധ്യങ്ങളെ സംവേദനം ചെയ്യുകയും ചെയ്യുന്നതിന് പ്രയത്നിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇന്നും ഷേക്സ്പിയറുടെ ഹാംലെറ്റിന്റെ ടു ബി ഓർ നോട്ട് ടു ബി എന്ന ആത്മകഥം കേൾക്കുമ്പോൾ അത് നമ്മുടെ തന്നെ ഒരു ചോദ്യമായി നമുക്ക് അനുഭവപ്പെടുന്നു. നിലനിൽക്കണമോ നിലനിൽക്കാതിരിക്കണമോ, ആയിരിക്കണമോ അല്ല ആവാതിരിക്കണമോ എന്ന ഈ ചോദ്യം ഹാംലെറ്റിന്റെ മാത്രം ചോദ്യമല്ല, എല്ലാ മനുഷ്യരുടെയും ചോദ്യമാണ്. അതുപോലെ അനേകം ഉദാഹരണങ്ങൾ നമുക്ക് കാണിക്കാൻ കഴിയും. മാനുഷാദ മുതൽ ഇങ്ങോട്ട് അനേകം ഉദാഹരണങ്ങൾ കാണിക്കാൻ കഴിയും. അപ്പോൾ ഇതെല്ലാം തന്നെ വാസ്തവത്തിൽ ഈ അതിർത്തികളെ ഭേദിക്കുന്ന, പാരമ്പര്യവും ആധുനികതയും തമ്മിലുള്ള അതിർത്തികളെ ഭേദിക്കാനുള്ള യത്നങ്ങൾ ആണ്. കാരണം ഇന്ന് നാം ഒരു പഴയ കവിത വായിക്കുമ്പോൾ പോലും പഴയ ആളായിട്ടല്ല വായിക്കുന്നത്. ഷേക്സ്പിയറിന്റെ സമകാലീനർ കണ്ട ഷേക്സ്പിയറിനെ അല്ല നാം ഇന്ന് കാണുന്നത്. നാം ഇന്ന് നമ്മുടെ ജീവിതവും നമ്മുടെ സന്ദർഭവും നമ്മുടെ സമൂഹവും നമ്മുടെ ഭാഷയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഷേക്സ്പിയറിനെ വായിക്കുന്നത്, അല്ലെങ്കിൽ കബീറിനെ വായിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഏത് വലിയ കവിയെയും നാം വായിക്കുന്നത്. അതുകൊണ്ട് ആധുനികതയും പാരമ്പര്യവും തമ്മിൽ പറയുമ്പോഴുള്ളൊരു വൈരുദ്ധ്യമല്ല ഉള്ളത്, ഒരു അനുസ്യൂതിയാണ്, തുടർച്ചയാണ് കവിതയിലുള്ളത്. അപ്പോൾ എല്ലാ കാലത്തും കവിത കണ്ടാൽ അത് കവിതയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അതിൽ മാറ്റമില്ലാത്ത എന്തോ ഒരു ഘടകമുള്ളത് കൊണ്ടാണ്. അനേകം മാറ്റങ്ങൾ കവിതയ്ക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു, അതിൻ്റെ രൂപത്തിൽ, അതിൻ്റെ ഭാഷയിൽ, ശൈലിയിലെല്ലാം തന്നെ. എങ്കിലും ഒരു കവിത കണ്ടാൽ ഇത് കവിതയാണ്, ഒരു കഥയല്ല, നോവലല്ല, ചിത്രമല്ല, ശില്പകലയല്ല, അതൊക്കെ ഇതിലുണ്ടായിരിക്കുമ്പോഴും ആ കലകളല്ല, ഇത് കവിതയാണ് എന്ന് നമ്മോട് പറയുന്ന എന്തോ ഒന്ന് കവിത, അതിനെ ഞാൻ നിർവചിക്കാൻ മുതിരുന്നില്ല, നിർവചിക്കാൻ സാധ്യവുമല്ല. അങ്ങനെ എന്തോ ഒന്ന് കവിതയിൽ ഉണ്ടായിരിക്കുന്നു. അത് നിരന്തരം പ്രവർത്തനനിരതമായിരിക്കുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം തന്നെയാണ് സമകാലീനതയും സാർവകാലികതയും തമ്മിലുള്ള ബന്ധമോ വൈരുദ്ധ്യമോ.
സമകാലീനത എന്ന് നമ്മൾ പലപ്പോഴും പറയാറ് നമ്മുടെ കാലത്ത് നടക്കുന്ന സംഭവങ്ങളെയും ജീവിതങ്ങളെയും ഒക്കെ ആവിഷ്കരിക്കുന്നതിനാണ്. സാർവകാലികത എന്ന് പറയുന്നത് എല്ലാ കാലത്തെയും മനുഷ്യന്റെ പ്രശ്നങ്ങളെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നതിനെയാണ്. എന്നാൽ വാസ്തവത്തിൽ വാൽമീകി രാമായണ കഥ നടക്കുന്ന കാലത്ത് തന്നെയാണ് ജീവിച്ചിരുന്നത്. വ്യാസൻ മഹാഭാരതത്തിലെ ഒരു കഥാപാത്രം തന്നെയാണ്. ഇത് നമുക്ക് ഒഡീസിയെക്കുറിച്ച്, ഹോമറിനെ കുറിച്ചോ അല്ലെങ്കിൽ ഓവിഡിനെ കുറിച്ചോ ഡാന്റെയെ കുറിച്ചോ ഷേക്സ്പിയറിനെ കുറിച്ചോ ഒക്കെ പറയാൻ കഴിയും. സ്വന്തം കാലത്തെ കഥകൾ അല്ലെങ്കിൽ സ്വന്തം കാലത്തെ അനുഭവങ്ങൾ കവിതകളാക്കി മാറ്റിയ ആളുകൾ കൂടിയാണ് ഇവരെല്ലാവരും തന്നെ. അതുകൊണ്ട് ഈ സമകാലികതയും സാർവകാലികതയും തമ്മിൽ പലരും പറയുന്ന പോലുള്ള വ്യത്യാസമൊന്നുമില്ല. പഴയ കാലത്തെ ചില കഥകൾ രണ്ടാമത് എഴുതിയാൽ മാത്രമേ അല്ലെങ്കിൽ സാർവകാലികമാകൂ എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇന്നത്തെ കാര്യങ്ങൾ എഴുതിയാലും അത് സാർവകാലികമാകാം. അതിൻ്റെ വ്യത്യാസം നാം ഇന്നത്തെ ഒരു അനുഭവത്തെ എല്ലാ കാലത്തെയും അനുഭവമാക്കി മാറ്റുകയും അതിൻ്റെ ആഴങ്ങളിലേക്ക്, അതിൻ്റെ അടിയിലുള്ള വൈരുദ്ധ്യങ്ങളിലേക്ക്, ഊർജങ്ങളിലേക്ക്, ചൈതന്യത്തിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്നു എന്നതാണ്. ആ രീതിയിലാവുമ്പോൾ ഇന്ന് നടന്ന ഒരു സംഭവം പോലും, ഒരു അതിർത്തിയിൽ നടക്കുന്ന ഒരു യുദ്ധം പോലും എല്ലാ കാലത്തെയും യുദ്ധത്തിൻ്റെ, മഹാഭാരത യുദ്ധത്തിൻ്റെയും രാമരാവണ യുദ്ധത്തിൻ്റെയും ഒക്കെ തന്നെ ഒരു പ്രതീകമോ തുടർച്ചയോ ആയി മാറുന്നു. ആ യുദ്ധങ്ങൾ ഒന്നും തന്നെ ജയിച്ച യുദ്ധങ്ങളല്ല എന്നോർക്കണം. ഒരു കാലത്തും ഒരു യുദ്ധവും ആരും ജയിച്ചിട്ടില്ല. രണ്ടു ഭാഗവും തോൽക്കുന്ന ഒരു മത്സരത്തെയാണ് യുദ്ധം എന്ന് പറയുന്നത്. കാരണം അനേകം ജീവനുകൾ നഷ്ടപ്പെടുന്നു, അനേകം മനുഷ്യരുടെ ജീവിതത്തിന് അർത്ഥമില്ലാതാവുന്നു. അതാണ് യുദ്ധം എന്നത്. അതുകൊണ്ടാണ് യുദ്ധത്തെ എതിർക്കുക, ഏത് കാരണം പറഞ്ഞാലും ശരി ആ യുദ്ധത്തെ എതിർക്കുക എന്നത് മനുഷ്യന്റെ ഒരു പ്രാഥമിക ധർമ്മമാകുന്നു. പൗരന്റെ എന്ന് ഞാൻ പറയുകയില്ല, മനുഷ്യന്റെ ഒരു പ്രാഥമിക ധർമ്മമാണ് ഹിംസയെ എതിർക്കുക. ഹിംസയുടെ ഏറ്റവും ക്രൂരവും പ്രകടവുമായ രൂപമായ യുദ്ധത്തെ എതിർക്കുക എന്നത്. ഇതുപോലെ തന്നെയാണ് പ്രതിജ്ഞാബദ്ധ കവിതയെയും ശുദ്ധ കവിതയെയും കുറിച്ചുള്ള സങ്കല്പവും. ചിലർ പറയുന്നു, ചില കവിതകൾ, ഒരു കാലത്ത് വലിയ വാദം തന്നെ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ശുദ്ധ കവികൾക്കെതിരായി പ്രതിജ്ഞാബദ്ധരായ കവികൾ അണിനിരന്നിട്ടുണ്ട്. പക്ഷെ വാസ്തവത്തിൽ ആ വ്യത്യാസവും നിലനിൽക്കുന്നില്ല എന്ന് നമുക്കറിയാം. കാരണം കവിതയുടെ വായനയിലാണ് അതിൻ്റെ രാഷ്ട്രീയം ഇരിക്കുന്നത്, കവിതയുടെ രചനയിലല്ല. രചനയിലും രാഷ്ട്രീയം ഉണ്ടായേക്കാമെങ്കിലും ഒരു കവിതയെ തന്നെ നമുക്ക് പല രീതിയിൽ വായിക്കാം. ഒരു വൃക്ഷത്തെക്കുറിച്ചുള്ള കവിത പോലും ഒരു രാഷ്ട്രീയ കവിത ആകാം. പ്രത്യേകിച്ചും നമ്മുടെ പരിസ്ഥിതി നശിപ്പിക്കപ്പെടുകയും കാടുകൾ വെട്ടിത്തള്ളപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്ത് ഒരു വൃക്ഷത്തെയോ പക്ഷിയെയോ കുറിച്ചുള്ള കവിത പോലും ഒരു രാഷ്ട്രീയ കവിതയാണ്. പ്രണയത്തെക്കുറിച്ചുള്ള ഒരു കവിത പോലും ഒരു രാഷ്ട്രീയ കവിതയായി മാറാം. പ്രണയ കവിതകൾ നിരോധിക്കപ്പെടുന്ന കാലത്ത്, ഹിറ്റ്ലറുടെ കാലത്ത് എന്ന പോലെ അല്ലെങ്കിൽ സ്റ്റാലിൻ്റെ കാലത്ത് എന്ന പോലെ പ്രണയ കവിതകൾ എഴുതരുത് എന്ന പറയപ്പെട്ടതോ പറയപ്പെടാത്തതോ ആയ ശാസനകൾ നിലനിന്ന കാലത്ത് ഒരു പ്രണയ കവിത പോലും ഒരു വെല്ലുവിളിയാണ്. അത് ഏകാധിപത്യത്തിനെതിരായ, എല്ലാത്തരം അടിച്ചമർത്തലിനുമെതിരായ ഒരു വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ അത് എല്ലാ കാലത്തും പ്രധാനവുമാണ്. അത് പ്രതിജ്ഞാബദ്ധമായ ഒരു ശുദ്ധ കവിതയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് അല്പം വൈരുദ്ധ്യവും പരിഹാസവും കലർത്തി പറയാൻ കഴിഞ്ഞേക്കും. അപ്പോൾ ജീവിതത്തിൻ്റെ വൈരൂപ്യത്തിനെതിരെ ജീവിതത്തിൻ്റെ ലാവണ്യം ഉയർത്തിപ്പിടിക്കുക, ഹിംസക്കെതിരെ അഹിംസ ഉയർത്തിപ്പിടിക്കുക, അനീതിക്കെതിരെ നീതി ഉയർത്തിപ്പിടിക്കുക, അസമത്വത്തിനെതിരെ സമത്വം ഉയർത്തിപ്പിടിക്കുക, അടിമത്തത്തിനെതിരെ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുക. ഇതാണ് കവിത എല്ലാ കാലത്തും വാസ്തവത്തിൽ ചെയ്തു പോന്നിട്ടുള്ളത്. അത് വാൽമീകിയുടെ കാലമായാലും ശരി, ഈ കാലം ആയാലും ശരി. അതുപോലെ തന്നെയാണ് കവിതയിലെ പ്രസ്ഥാന ഭേദങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ. നാം പലതരത്തിലുള്ള പ്രസ്ഥാനങ്ങളെ പറ്റി പറയാറുണ്ട്. ക്ലാസിക്കൽ പ്രസ്ഥാനം, കാൽപ്പനിക പ്രസ്ഥാനം, ആധുനിക പ്രസ്ഥാനം,
അല്ലെങ്കിൽ ആധുനിക ആനന്തര പ്രസ്ഥാനം, ആധുനിക ആനന്തര പ്രസ്ഥാനം, ഇങ്ങനെ പല പല പേരുകളിട്ട് നമ്മൾ കവികളെ വിളിക്കാറുണ്ട്. പക്ഷെ കവിത വായിക്കുമ്പോൾ ഈ പ്രസ്ഥാനം എന്താണെന്ന് നമ്മൾ ഓർക്കാറില്ല. അത് കവിതയാണോ, അത് നമ്മോട് സംവദിക്കുന്നുണ്ടോ, അതിൽ മനുഷ്യാനുഭവത്തിന്റെ ആഴവും സമഗ്രതയും ഉണ്ടോ, ഇത് മാത്രമേ നാം നോക്കാറുള്ളൂ. ഇതെല്ലാം തന്നെ അക്കാദമിക് വിഭജനങ്ങളാണ്. അക്കാദമിക്കായിട്ട് അവയുടെ ആവശ്യവും ഉണ്ട് എന്ന് വരാം ഓരോ കാലത്തെയും കവിത മനസ്സിലാക്കാൻ. എന്നാൽ ഒരു ആസ്വാദകന് അതിൻ്റെ ആവശ്യമില്ല, കവിക്കും അതിൻ്റെ ആവശ്യമില്ല. ഞാൻ എഴുതുന്ന ആധുനിക കവിതയാണോ എന്ന് സ്വയം ചോദിക്കേണ്ട യാതൊരു കാര്യവും കവിക്കില്ല. ഞാൻ വായിക്കുന്നത് ആധുനിക ആനന്തര കവിതയാണോ എന്ന് സ്വയം ചോദിക്കേണ്ട ആവശ്യം വായനക്കാരനും ഇല്ല എന്ന് പറയാം. അപ്പോൾ പല കവികളെയും അങ്ങനെ പ്രസ്ഥാനങ്ങളിൽ ഒതുക്കാൻ കഴിയുകയില്ല. വലിയ കാശാൻ, വള്ളത്തോൾ, ഉള്ളൂർ, ചങ്ങമ്പുഴ, ഇവരെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് ഇവരൊക്കെ ആധുനിക ഒരു റൊമാൻറ്റിക് കാൽപ്പനിക കവികളാണ് എന്നാണ്. പക്ഷെ ചങ്ങമ്പുഴയുടെ കവിത പോലെയാണോ വള്ളത്തോളിന്റെ കവിത പോലെയാണോ ആശാന്റെ കവിത? അങ്ങനെയല്ല. അത് വേറൊരു സമയത്ത് അയ്യപ്പ പണിക്കർ, എൻ കക്കാട്, ആർ രാമേന്ദ്രൻ, അങ്ങനെ ആധുനികരായി അറിയപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷെ ഇവരിൽ കാൽപ്പനികതയുടെ അംശങ്ങളില്ലേ? ക്ലാസിക്കൽ കവിതയുടെ അംശങ്ങളില്ലേ? അങ്ങനെ ചോദിച്ചു വരുമ്പോൾ കലർപ്പില്ലാത്ത ഒരു പ്രസ്ഥാനത്തിൽ മാത്രം ഉൾപ്പെടുന്ന, ഒരു പാർട്ടിയിൽ അംഗമാകുന്ന പോലെ ഒരു പ്രസ്ഥാനത്തിൽ മാത്രം ഉൾപ്പെടുന്ന കവികൾ നിലനിൽക്കുന്നതേയില്ല എന്ന് കവിതയുടെ ശരിയായ ആസ്വാദനം നമ്മെ ബോധ്യമാക്കും. ഇതുപോലെ തന്നെയാണ് രൂപവും പ്രമേയവും തമ്മിലുള്ള വൈരുദ്ധ്യം. വാസ്തവത്തിൽ കവിത എന്ന് പറയുന്നത് ഒരു ജൈവ സമഗ്രതയാണ്. അത് അതിൻ്റെ പ്രമേയവും രൂപശില്പവും ഒക്കെ ഒന്നിച്ച് പിറന്ന് ഒന്നിച്ച് വികസിക്കുന്നതാണ്. നേരത്തെ കൂട്ടിയൊരു പ്രമേയം ഉണ്ടാവുകയും അതൊരു ചെപ്പിലിടുന്ന പോലെ ഒരു രൂപത്തിൽ ഇടുകയുമല്ല കവി ചെയ്യുന്നത്. അതിങ്ങനെ ജൈവമായി സ്വാഭാവികമായി വികസിക്കുകയാണ്. സ്വാഭാവികമായി തന്നെ ഒരു ഉള്ളടക്കം, ഒരു വികാരം, ഒരു ഭാവം, അതിൻ്റെ രൂപം കണ്ടെത്തുകയാണ്. അല്ലാതെ ഒരു ഭാഗത്ത് രൂപവും മറ്റൊരു ഭാഗത്ത് ഉള്ളടക്കവും എടുത്തു വച്ച് ഉള്ളടക്കം എടുത്ത രൂപത്തിൽ നിറയ്ക്കുന്ന ഒരു പരിപാടിയല്ല കവി നിശ്ചയമായും ചെയ്യുന്നത്. പ്രമേയവും രൂപവും ഒരു ഒറ്റ ജൈവ സമഗ്രതയാണ് കവിതയെ സംബന്ധിച്ച്. ഇത് തന്നെയാണ് ധ്വനി, വൈശദ്യം മുതലായ സങ്കല്പങ്ങളെ കുറിച്ചും പറയാനുള്ളത്. കവിത ധ്വനി മാത്രമാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് കവിത അനുഭവിപ്പിക്കുന്നതിന് ചില വിശദാംശങ്ങൾ നൽകേണ്ടി വരും, വർണ്ണനകൾ വേണ്ടി വന്നേക്കാം, ഇമേജുകൾ അല്ലെങ്കിൽ വാങ്മയങ്ങൾ, ചിത്രങ്ങൾ വേണ്ടി വന്നേക്കാം. നമുക്ക് ഉപമയോ ഉൽപ്രേക്ഷയോ രൂപകമോ ഒക്കെ ആവശ്യമായി വന്നേക്കാം. ആ വിശദാംശങ്ങൾ കവിതയ്ക്ക് അനിവാര്യമാണെങ്കിൽ അത് നിശ്ചയമായും ഉപയോഗിക്കേണ്ടത് തന്നെയാണ്. കാരണം ധ്വനി എന്ന് പറഞ്ഞ് കുറച്ച് കൊണ്ടുവന്ന് ഒരൊറ്റ വാക്കിൽ ഇതാണ് ഗംഭീരമായ കവിത എന്ന് പറയുന്ന ഒരേർപ്പാട് അല്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ ധ്വനി എന്ന വാക്ക് തന്നെ വ്യാഖ്യാനിക്കപ്പെടുന്നത് പഴയ രീതിയിലല്ല. ലംബമാനമായ വായന, വരിയായിട്ടുള്ള കവിതയുടെ വായന കഴിഞ്ഞ് ആ അനുവാചകന്റെ മനസ്സിൽ അവശേഷിക്കുന്ന, നിരന്തരം മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന എന്തോ അതിനെയാണ് ധ്വനി എന്ന് പറയേണ്ടത് എന്ന് ധ്വനിയുടെ പുതിയ വ്യാഖ്യാനകാരെല്ലാം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും ചെറിയ കവിതയാണ് ഏറ്റവും മഹത്തായ കവിത, ഏറ്റവും കുറുകിയ കഥയാണ് ഏറ്റവും മഹത്തായ കഥ മുതലായ സങ്കല്പങ്ങൾക്ക് അർത്ഥമില്ല. അതിൽ നാം നോക്കേണ്ടത് അതിനാവശ്യമല്ലാത്ത ഘടകങ്ങൾ അതിലുണ്ടെങ്കിൽ അത് തീർച്ചയായും അനാവശ്യമാണ്, അവ മാറ്റേണ്ടതാണ്. അത്രയും അതിനെ ചുരുക്കാൻ കഴിയും. പക്ഷെ ഒരു അതിർത്തിക്കപ്പുറം ഒരു കവിതയെയും കഥയെയും ചുരുക്കി ഒറ്റ വാക്കാക്കാൻ കഴിയുകയില്ല തന്നെ. ഇതുപോലെയാണ് വ്യക്തിനിഷ്ഠമായ കവിത, സമൂഹോന്മുഖമായ കവിത മുതലായ വൈരുദ്ധ്യങ്ങളും. വാസ്തവത്തിൽ ഭാഷ തന്നെ സാമൂഹ്യമാണ്. അതുകൊണ്ട് വ്യക്തിയുടെ ദുഃഖം സമൂഹത്തിന്റെ ദുഃഖമാണ്, വ്യക്തിയുടെ അനുഭവം സമൂഹത്തിന്റെ അനുഭവമാണ്. ഒരു പ്രണയ കവിത പോലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് വേണ്ടി എഴുതിയതായാൽ പോലും അത് എല്ലാ കാലത്തെയും പ്രണയത്തെക്കുറിച്ചുള്ള ഒരു കവിത കൂടി നിശ്ചയമായും ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് കവിത ഒരേ സമയം ഐന്ദ്രജാലികവും അതേ സമയം യഥാതഥവും ആയിരിക്കുന്നു. അത് യാഥാർത്ഥ്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. പക്ഷേ യാഥാർത്ഥ്യത്തെ ഒരു ഇന്ദ്രജാലം കൊണ്ട് എന്ന പോലെ മാറ്റി കവിതയാക്കി എടുക്കുകയും ചെയ്യുന്നു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള വൈരുദ്ധ്യവും
വാസ്തവത്തിൽ കവിതയിൽ അവസാനിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാനും കഴിയും. അങ്ങനെ വൈരുദ്ധ്യങ്ങളെ അവസാനിപ്പിക്കുന്ന, നിരന്തരമായ പ്രതിരോധം തീർക്കുന്ന, വൈലോപ്പിള്ളി പറഞ്ഞ പോലെ ഒരു സവർണ പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് കവികളുടെ സംഘവും കവിതയും. അപ്പൊ കവിത എല്ലാ വൈരുദ്ധ്യങ്ങളുടെയും ഒരു സമന്വയമാണ്. അതിനെ സൗകര്യത്തിന് വേണ്ടി അപ്പോൾ വിഭജിക്കാമെങ്കിൽ പോലും ഒരു അനുഭവം എന്ന നിലയ്ക്ക് കവിത ഒരു സമഗ്രമായ, ഏകാഗ്രമായ അനുഭവമാണ് കവിയെ സംബന്ധിച്ചും സഹൃദയനെ സംബന്ധിച്ചും. ഇതാണ് പ്രാഥമികമായി എനിക്ക് ഈ കവികളുടെ ക്യാമ്പിൽ പറയാനുള്ളത്. അതോടൊപ്പം പറയാനുള്ളത്, നിങ്ങൾക്കറിയാവുന്ന എല്ലാ ഭാഷകളിലെയും ധാരാളമായി കവിതകൾ വായിക്കുക. കവിതകൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചില കവിതകൾ പരിഭാഷ ചെയ്യാൻ ശ്രമിക്കുക. ഒരു പരിശീലനത്തിന് വേണ്ടിയെങ്കിലും, പ്രസിദ്ധീകരിച്ചില്ലെങ്കിലും തുടർച്ചയായി കവിതകൾ എഴുതിക്കൊണ്ടിരിക്കുക. എല്ലാ ലോകത്തെ മുഴുവൻ തന്നെ കവിയുടെ കണ്ണിലൂടെ കാണാനുള്ള നിരന്തരമായ പരിശ്രമം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഒഴിഞ്ഞ പേജിൽ മുന്നേറുക എന്ന് ഒറ്റ വാക്കിൽ പറയാം. നിറയെ എഴുതപ്പെട്ടിരിക്കുന്നു കവിതയുടെ താളുകൾ. എങ്കിലും എവിടെയെങ്കിലും നിങ്ങളുടേതായ ഒരു ഒഴിഞ്ഞ മൂലയുണ്ടെങ്കിൽ ആ ഒഴിഞ്ഞ മൂല കണ്ടെത്തുകയും അതിൽ തൻ്റെതായ ചെറിയ മുദ്ര ഇട്ടുപോവുകയും ചെയ്യുകയാണ് കവിയുടെ ധർമ്മം. വലിയ കവികൾ പോലും ചെയ്യുന്നത് വാസ്തവത്തിൽ അത്രമാത്രമാണ്. ഈ കവിത എന്നൊരു വിശാലമായ ലോകത്തിൽ അതിൻ്റെ ഒരു ചെറിയ മൂലയിൽ തൻ്റെതായ ഒരു വിരലടയാളം പതിപ്പിക്കുകയാണ് വലിയ കവികൾ എന്ന് പറയുന്ന കവികൾ പോലും ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഇടം കണ്ടെത്തുക, നിങ്ങളുടെ ഭാഷ കണ്ടെത്തുക, നിങ്ങളുടെ അനുഭവത്തിൻ്റെ ഒരു ശൈലി കണ്ടെത്തുക, കവിതയൊരു ജൈവ സമഗ്രതയായി കാണുക, നിരന്തരമായി പരിശീലിക്കുക, നിരന്തരമായി വായിക്കുക, നിരന്തരമായി പരിഭാഷ ചെയ്യുക. ആ രീതിയിൽ സ്വയം വലിയ കവികളാകാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുക. ഈ വാക്കുകളോടെ ഞാൻ ഈ വാക്കനൽ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം സ്നേഹപൂർവം, വിശ്വാസപൂർവം, പ്രതീക്ഷാപൂർവം നിർവഹിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.